എന്നാൽ പിന്നെ പോയാലോ. അപ്പം ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ വന്നപ്പോൾ പലവട്ടം പ്രോമിസ് ചെയ്തതാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞ ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഗോൾഡൻ ഗേറ്റ് ആണ്. അപ്പം ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന് അവിടെയാണ് ഉള്ളത്. അപ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ സ്പാൻ എന്നുള്ള ഒരു ഫീറ്റും കാര്യങ്ങളും ലെങ്തും കേബിളിൻ്റെ അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. വ്യൂ നല്ല മനോഹരമായ വ്യൂ ആണ് കേട്ടോ. ആകാശവും കടലും ഒരുപോലെ കിടക്കുന്നതൊക്കെ ഉണ്ടല്ലേ. അവിടെ കാണുന്ന ഒരു ബ്ലൂ ഫ്ലവർ ഉണ്ടോ, അത് ഇവിടെ സീസണിൽ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളും കാണാം. ഇതിന് മുന്നേ ഞാൻ ഒരിക്കൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ ഫ്ലവേഴ്സിന് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം കുറവാണ്. നമുക്കതിൻ്റെ അടുത്തോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാവേ. ഇപ്പം നമുക്ക് ആ കുറച്ചല്ലേ കാണാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരുപാട് ഇത് കാണാം. നമ്മളിവിടെ വരുമ്പോൾ ഈ കാണുന്നത് വെൽക്കം സെൻ്റർ ആണ് കേട്ടോ. നമ്മൾ ബസ്സിലാണ് വന്നത്, അപ്പോഴത്തേക്ക് ഈ കാണുന്ന വെൽക്കം സെൻ്റർ ആണ്. വെൽക്കം സെൻ്റർ മാത്രമല്ല, ഇവിടെ ഒരുപാട് സോനിയേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അതുമാത്രമല്ല ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു മിനി ലോഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഒരുപാട് സാധനങ്ങളുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഈ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് എന്നാ ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഈ ഫോണിൽ കാണുന്ന കണക്കല്ലോ കേട്ടോ, നമുക്ക് ആ റിയലായിട്ട് കാണുമ്പോഴേ ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര വർഷം കൊണ്ടാണ് നടന്നതെന്ന്. അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു 3D എഫക്റ്റിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്. രാവിലെ മോർണിംഗ് വന്നുകൊണ്ട് ആൾ വളരെ കുറവാണ് കേട്ടോ. പക്ഷെ നല്ല ഒരു ഇവിടുത്തെ ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു റെയിനിയോ അല്ല എന്നാൽ അത്ര ചൂടോ കാര്യങ്ങളോ ഇല്ലാത്തൊരു ക്ലൈമറ്റാണ്. ഫൈനലി ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഫുൾ വ്യൂ ഒന്നും ഇതൊന്നും അല്ല കേട്ടോ, ഫോണിൽ കാണുന്ന കണക്കേ അല്ല വ്യൂ എന്ന് പറയുന്നത്. തികച്ചും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ബ്രിഡ്ജ് കംപ്ലീറ്റ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ഇരുമ്പിലാണ് കേട്ടോ. പ്രോപ്പർ ഇരുമ്പോ കാര്യങ്ങളാണെന്ന് അറിയത്തില്ല, കംപ്ലീറ്റ് നല്ല തിക്നെസ് ഉള്ള കംപ്ലീറ്റ് ഇരുമ്പിലാണ്. ഇതിൻ്റെ ബേസുകൾ കുറേ ഇത് വരില്ലേ, അത് മാത്രമാണ് സിമെൻറ്റ് ചെയ്തേക്കുന്നത്. നമ്മളെ നാട്ടിൽ ഫുൾ കൺസ്ട്രക്ഷന് സിമെൻറ്റിലും ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഇരുമ്പി ചെയ്യുമോ ആലോചിച്ച് നോക്കി. 1936 ചെയ്തതാണ്. ഇത്രയും വർഷമായിട്ടും അതിനകത്ത് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടായിരിക്കും, എങ്കിലും ആലോചിച്ച് നോക്കണം അത്രയും ഇരിക്കുന്നത്. ആ താഴെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല കുറേ നെറ്റായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. ഇവിടെ ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടക്കുന്നൊരു സ്പോട്ടാണ് കേട്ടോ. ഇറ്റ് മീൻസ് അങ്ങനെ. അത് മാത്രമല്ല ഇവിടെ കൺസ്ട്രക്ഷൻ ആ ടൈമിൽ ഒരുപാട് ഇങ്ങനെ മരണമൊക്കെ നടന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് വർക്കിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഇതായിട്ട് ഇത്രയും കുറുകെ നടക്കുന്നതല്ലേ, അപ്പോൾ ഒരുപാട് നട്ടു. അതിൻ്റെ ഒരു ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്ന അത്ര സേഫ്റ്റി എന്ന് പറയാൻ രക്ഷിക്കാൻ പറ്റുമായിരിക്കും എന്നേ ഉള്ളൂ. അത്ര സേഫ്റ്റി ഒന്നുമില്ല. ബട്ട് ഒന്ന് പറയാൻ പറ്റും കേട്ടോ, ഇവിടെ നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ താഴെ കൂടെ വരുമ്പോൾ കാണാൻ പറ്റും നല്ല രീതിക്ക് കാറ്റുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് എന്തോന്ന് കേൾക്കാൻ പോലും പറ്റാത്ത രീതി. ഞാൻ വന്നത് നല്ല രീതിയിൽ ഡീപ്പായിട്ട് പിക്ചേഴ്സ് എടുക്കാനും ഒരുപാട് ഇതിനായിട്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മഴ ചതിച്ചു ഗൈസ്. മഴ ചതിച്ചുകൊണ്ട് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ കൊടുത്തേക്കുന്നതൊക്കെ ഇതിൻ്റെ ഹാങ്ങിങ് ഡെക്കും ഓരോ ഇതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്ക് നടന്ന ടൈമിലുള്ള അതിൻ്റെ ഹിസ്റ്ററീസാണ് കൊടുത്തേക്കുന്നത്. സ്പിന്നിങ് മെയിൻ കേബിൾസ് എങ്ങനെയാണ് കൊണ്ടുവന്നത് അതുപോലുള്ള ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മേക്കിംഗ് ദ ഇമ്പോസിബിൾ ഈസ് പോസിബിൾ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇമ്പോസിബിളായിട്ട് തോന്നുന്നു പറയാൻ പോസിബിളാക്കിയ ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററിയും ബ്രിഡ്ജ് ഗേറ്റിൻ്റെയും അതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.